മഹാന്മാരായ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇസ്തിഗാസ, അതായത് മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താണ് ചോദ്യം? കഴിഞ്ഞുപോയ മഹാന്മാരായ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇസ്തിഗാസ, അതായത് മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വാദമല്ല, നമ്മൾ ഇല്ലയെന്നാണ് പറയണത്. ഇസ്തിഗാസ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടൽ, മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ച് ഇസ്തിഗാസ നടത്തൽ അനുവദനീയമല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കേണ്ട, അല്ല ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരോടാണ് ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിറാജ് യാത്ര പോയപ്പോൾ മരിച്ചുപോയ മൂസ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചു, അവർ സംസാരിച്ചു. ഇത് മുജാഹിദ് വിശ്വാസം അനുസരിച്ച് എതിരല്ലേ? കാരണം മരിച്ചുപോയ മൂസ നബി അലൈഹിസ്സലാം ഇവിടെ എങ്ങനെ നബിയെ കാണുകയും സഹായിക്കുകയും ചെയ്തു? ചോദ്യം പ്രസക്താണ്. ആദ്യം ചോദിച്ച മാതിരിയല്ല. രണ്ടാമത്തെ ചോദ്യം പ്രസക്തമാണ്. എന്താണെന്നറിയോ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബിനെ സഹായിച്ചില്ലേ? റസൂലുള്ളാഹിനെ കണ്ടില്ലേ? വർത്താനം പറഞ്ഞില്ലേ? സഹായം നൽകിയില്ലേ? ഇത് മുജാഹിദ് വിശ്വാസപ്രകാരം തെറ്റല്ലേ? മുജാഹിദിന് അങ്ങനെ ഒരു മുജാഹിദ് വിശ്വാസം എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വിശ്വാസമല്ല. അതെൻ്റെ സഹോദരൻ ആദ്യം മനസ്സിലാക്കി വെക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച വിശ്വാസം അതാണ്. പിന്നെ പേര് മുജാഹിദ്, അത് പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പേരിട്ടു. അല്ലാതെ മുജാഹിദ് വിശ്വാസം, മുജാഹിദ് മദ്ഹബ്, മുജാഹിദ് ഖുർആൻ, മുജാഹിദ് ഇസ്ലാം എന്നൊന്നുമില്ല. അത് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി മൂസ നബിയുടെ സംഭവത്തിലേക്ക് കടക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബിയെ സഹായിച്ചു എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? അല്ലേ? എങ്ങനെയാണ് സഹായിച്ചത്? എങ്ങനെയാണ് സഹായിച്ചത്? അതും കൂടി നിങ്ങളൊന്ന് പറയും. എങ്ങനെ സഹായിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് പറയാം, എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത് പറയാം. മൂസാ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എങ്ങനെ സഹായിച്ചു എന്നാണ് പറയുന്നത്? എങ്ങനെയാണ് നേരിട്ട് കാണുകയും സഹായിക്കുകയും ചെയ്തു. എങ്ങനെയാണ് എന്ന് സഹോദരൻ അറിഞ്ഞുകൂടാ എന്നാ പറയാം. നേരിട്ട് കണ്ടില്ലേ? വർത്താനം പറഞ്ഞില്ലേ? അപ്പൊ സാധാരണ എന്നാ പറയാറുള്ളത് ഞാൻ സൂചിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പടച്ച തമ്പുരാൻ 50 നേരത്തെ നിസ്കാരം ഫർളാക്കി. ആ 50 നേരത്തെ നിസ്കാരവുമായിട്ട് മടങ്ങിപ്പോരുമ്പോൾ വഴിയിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ട് മൂസ നബി ചോദിക്കുന്നു, നബിയേ അങ്ങക്ക് എന്താണ് റബ്ബ് നൽകിയതെന്ന് പറയാമോ? അപ്പ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ ഉമ്മത്തിന് 50 നേരത്തെ നിസ്കാരം ഫർളാക്കിയിട്ടുണ്ട്. അപ്പ മൂസ നബി പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, 50 നിങ്ങൾക്ക് സാധ്യമല്ല. റബ്ബിനോടൊന്ന് പോയി പറഞ്ഞിട്ട് ഒന്ന് അല്പം കൂടി ഒന്ന് ചുരുക്കാൻ വേണ്ടി പറഞ്ഞു നോക്കൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രാവശ്യം റബ്ബിൻ്റെ അടുത്തേക്ക് പോയി സംഭാഷണം നടത്തിയിട്ട് 50 നേരത്തെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം 5 ചുരുക്കി കൊടുത്തു. അതാണ് ചില ആൾക്കാർ വസ്വാസ് ഉണ്ടാക്കാറുള്ളത്. 50 എന്ന നിസ്കാരത്തെ 5 ചുരുക്കി കൊടുക്കുക എന്ന സഹായം മരിച്ചുപോയ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബിക്ക് ചെയ്തു കൊടുത്തില്ലേ? അങ്ങനെ മരിച്ചുപോയ മൂസ നബിയോട് മുഹമ്മദ് നബി സംസാരിച്ചില്ലേ? അപ്പൊ മരിച്ചുപോയ ആൾക്കാരോട് നമുക്ക് സഹായം തേടിക്കൂടെ? ഇതാണ് സംശയം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മൂസാ നബിയോട് ഒരു സഹായവും തേടിയിട്ടില്ല. മൂസാ നബിയെ എനിക്ക് 50 റക്അത്ത് അള്ളാഹ് ഫർളാക്കീണ്, 50 വഖത്ത് നിങ്ങളതൊന്ന് 5 എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, മരിച്ചുപോയ മൂസ നബിയുടെ ഖബറിങ്ങൽ പോയിട്ടല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. അപ്പൊ ഖബറിങ്ങൽ പോയിട്ട് സംസാരിച്ചാലേ ശിർക്ക്, തെറ്റിദ്ധരിക്കണ്ട. പിന്നെയോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബിയുമായി സംസാരിക്കുന്നത് ആ ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ മുഹമ്മദ് നബിയുടെ മുമ്പിൽ ജീവനോടെ അങ്ങ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ജീവനോടെ ഒരാൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അയാളോട് സംസാരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാം. അതിനിപ്പോ എന്തേ തെളിവുള്ളൂ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ മൊഹീദ്ദീൻ ശൈഖ് ഉണ്ട്, അള്ളാഹു തആല അങ്ങനെ ജീവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അപ്പൊ മൊഹീദ്ദീൻ ശൈഖിനാ എന്തൊക്കെ വർത്താനം കൈഫഹാലിക്കെന്ന് ചോദിക്കുക, ഇങ്ങോട്ടും പറയാം എന്തൊക്കെ എൻ്റെ വർത്താനം ഇങ്ങോട്ടും ചോദിക്കുക. അതിനല്ലേ തെളിവാവുള്ളൂ.
എന്നാൽ ഇവിടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മരിച്ചുപോയ മൂസാ നബിയോട് മുഹമ്മദ് നബി വർത്താനം പറഞ്ഞിട്ടില്ല. മുമ്പിലുള്ള മൂസ നബിയോടാണ് സംസാരിച്ചത്. അതേപോലെ തന്നെ ആ അവസരത്തിലുള്ള പ്രത്യേകമായ കാലഘട്ടത്തിന് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിപ്പുറത്ത് ഒരുപാട് കാലഘട്ടത്തിൽ ജീവിച്ചു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ഒരിക്കലെങ്കിലും മൂസ നബിയെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചതായിട്ട് രേഖയില്ല. ഒരിക്കലും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് സഹായം തേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മരണപ്പെട്ടവരെ വിളിച്ച് മുഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഈ സംഭവം ഒരിക്കലും രേഖയല്ല എന്നെൻ്റെ സഹോദരൻ ഓർമ്മപ്പെടുത്തുന്നു.